Yes, welcome to MS Solutions. Yes, നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എടാ മക്കളെ, നമ്മുടെ ഈ വർഷത്തെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ആ കവിതയുടെ ആശയം ഞാൻ നേരത്തെ തരാൻ പോവാണ്. യെസ്, ദാ പിടിച്ചോ. ഏതാണ് ആ ആശയം? നമ്മുടെ മെരി ദുനിയാ കെ തമാം ബച്ച് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആശയം എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാപ്റ്റർ അതായത് കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, आशयम एഴുതാൻ. ओके, आप നോക്കിക്കോ. मेरी दुनिया के तमाम बच्चे हिंदी के प्रसिद्ध कवि अदनान कफील की एक सुंदर कविता है. ആരാണ് എഴുതിയിരിക്കുന്നത്? അദ്നാൻ കഫീലാണ്. ഇങ്ങനെ മാത്രമേ ഏത് കവിതയുടെയും ആശയം തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, then നോക്കിക്കോളൂ. इस कविता में कवि बच्चों के सपनों और उनके अच्छे भविष्य की कल्पना करते हैं. ഈ ഒരു കവിതയിൽ എന്താണ് കുട്ടികളുടെ സ്വപ്നവും അതുപോലെ അവരുടെ ഭാവിയുടെ കാര്യങ്ങളെ, ഭാവിയിൽ എങ്ങനെയായിരിക്കും അതൊക്കെയാണ് എന്താ ഈ ഒരു കവിതയിൽ നമ്മളോട് പറയുന്നത്. വേ ചാഹത്തെ ഹേ കി, അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, സബി ബച്ചേ മിൽ ജുൽക്കർ, എല്ലാ കുട്ടികളും ഒരുമിച്ച്, ഒറ്റയ്ക്കില്ല, അതായത് ഒറ്റയ്ക്ക് മീൻസ് എല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്ന് ഖുഷി ഓർ പ്രേം കെ സാത്ത് ജീവൻ ബിതായെങ്കെ, സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നല്ലേ. പിന്നെ എന്താണ് കവി കഹത്തെ ഹേ കി, കവി എന്താ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആനെ വാലേ സമയമേ അല്ലേ, അതായത് വരുന്ന ഈ സമയത്ത്, ഇനി വരുന്ന കാലഘട്ടത്തിൽ ബച്ചെ ബൂരെ നിയമോങ്കോ ബദൽ ദേങ്കെ, കുട്ടികൾ എന്ത് ചെയ്യും, ഈ തെറ്റായ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ ബ്രേക്ക് ചെയ്യും, അവരത് ഇല്ലാതാക്കും. വേ യുദ്ധ ഹിംസ ആദി നഫ്രത്ത് കോ സമാപ്ത് കർണേക്ക് കോശിഷ്, എന്താണ് പറയുന്നത്? വേ യുദ്ധം ഹിംസ ഓർ നഫ്രത്ത്, അതായത് വെറുപ്പ്, ആക്രമണം, ഇതൊക്കെ എന്ത് ചെയ്യും? സമാപ്ത് കർണേക്ക്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കോശിഷ് കരേങ്കെ, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവര് ശ്രമിക്കും. ദെൻ ബച്ചേ സബി ജീവ് ജന്തുओं से പ്രേം കരേങ്കെ, എന്ത് ചെയ്യും? കുട്ടികളെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കും. ഓർ പ്രകൃതിക്ക് സാത്ത് മിൽക്കർ രഹേങ്കെ, പ്രകൃതിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കും. പിന്നെന്താ പറയുന്നത്? ഈ കവിത, ഈ കവിതയിൽ ഹമേ, നമ്മൾക്ക് പ്രേം, ശാന്തി, സമാനത അല്ലെ, അതായത് സ്നേഹമായിക്കോട്ടെ, ശാന്തി ആയിക്കോട്ടെ, അതേപോലെ സമാനത, മാനവത, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇതിനെക്കുറിച്ചൊക്കെയുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇത് നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? സബി സെ പ്യാർ കർണാ ചാഹിയെ, എല്ലാവരെയും എന്ത് ചെയ്യണം? എല്ലാവരെയും എന്താണ്? പ്യാർ കർണാ ചാഹിയെ, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക. ദെൻ പ്രകൃതിക്ക് രക്ഷാ കർണി ചാഹിയെ, എല്ലാവരെയും സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ രക്ഷിക്കണം, സംരക്ഷിക്കണം. പിന്നെയോ സാമാജിക ദൃഷ്ടി സെ യേ കവിത ആജ് ബി ബഹുത്ത് മഹത്വപൂർണ്ണ ഹേ, ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കവിത തന്നെയാണ് ഇത്. ഇത് വളരെ ചുരുക്കി, വളരെ ടഫായിട്ടുള്ള വരികളാണ് ഈ ഒരു കവിതയിൽ എഴുതുക, പക്ഷെ വളരെ സിമ്പിളായിട്ട് മിസ് ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഇത് പഠിക്കുക, സെറ്റാക്കുക. യെസ്, അപ്പം ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഷുവർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റ.